ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കപ്പെട്ടത് 4.5 വർഷത്തിലേറെ കാലം. വലിയ ചർച്ചകൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിലെ നിയമ നാൾവഴികൾ കാണാം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി റിട്ടയർഡ് ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയും നടി ശാരദ, റിട്ടയർഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി KB വത്സലകുമാരി എന്നിവർ അംഗങ്ങളുമായ കമ്മീഷനെ 2017 സർക്കാർ നിയോഗിക്കുന്നത്. വിവിധ സിറ്റിംഗുകളിലൂടെ ചലച്ചിത്ര മേഖലയിലെ നിരവധി പേരുടെ മൊഴികൾ കമ്മീഷന് മുന്നിൽ രേഖപ്പെടുത്തുകയും തെളിവുകൾ കൈമാറുകയും ചെയ്തു. 2019 ഡിസംബർ 31 ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ സർക്കാർ മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നീട് ഇങ്ങോട്ടുള്ള നാളുകളിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായി പലരും രംഗത്ത് വന്നെങ്കിലും ആദ്യഘട്ടങ്ങളിൽ പരാജയമായിരുന്നു ഫലം. 2020 വിവരാവകാശ കമ്മീഷന് മുന്നിൽ അപേക്ഷ എത്തിയെങ്കിലും അവ തള്ളി. സ്വകാര്യത സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുന്നുവെന്നതായിരുന്നു കാരണം. ശേഷം വിവരാവകാശ കമ്മീഷൻ അപ്പലേറ്റ് അതോറിറ്റിക്ക് മുന്നിൽ അപ്പീലുകൾ എത്തിയതായിരുന്നു നിർണായക ഘട്ടം. അപ്പീലുകളിൽ വാദം കേട്ട അപ്പലേറ്റ് അതോറിറ്റി സ്വകാര്യത സംബന്ധിച്ച ഭാഗങ്ങൾ ഒഴിവാക്കി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇക്കഴിഞ്ഞ ജൂലൈ 5 ഉത്തരവിട്ടു. അതിനുശേഷം ജൂലൈ 19 ഹൈക്കോടതിയിലേക്ക് ഹർജി എത്തിയതോടെയാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ വീണ്ടും അനിശ്ചിതത്വം ഉണ്ടായത്. ജൂലൈ 24 റിപ്പോർട്ട് പുറത്തുവിടാൻ 1 മണിക്കൂർ ശേഷിക്കെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇത് തടഞ്ഞുകൊണ്ട് ഇടക്കാല സ്റ്റേ ഉത്തരവിറക്കി. ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി പിന്നീട് ഈ മാസം 13 സിംഗിൾ ബെഞ്ച് തള്ളുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയവരിൽ ഒരാളായ നടി രഞ്ജിനി അപ്പീലുമായി കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതോടെ ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ വീണ്ടും തടസ്സം നേരിട്ടു. രഞ്ജിനിയുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളുകയും സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് ഉച്ചയ്ക്ക് 2:30 പുറത്തുവിടാൻ തീരുമാനമായി. അതിനിടയിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേയിലൂടെ അടിയന്തരമായി തടയണമെന്ന രഞ്ജിനിയുടെ അഭിഭാഷകന്റെ ആവശ്യം സിംഗിൾ ബെഞ്ചും തള്ളിയ സാഹചര്യത്തിൽ എല്ലാ അനിശ്ചിതത്വങ്ങളും നീങ്ങുകയായിരുന്നു. ജനം, കൊച്ചി.